പണ്ഡിതൻ പറയുന്നതിൽ അല്പമൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടു. ചില ആളുകളൊക്കെ മതേതരത്വം വിളമ്പി ഓടുന്നല്ലോ. സ്വന്തം മതത്തിൽ ഞാൻ എന്റെ ഹൈന്ദവ സമൂഹത്തോട് പറയാൻ, ക്രൈസ്തവ സമൂഹത്തോട് പറയാൻ, 5 നേരം പടച്ചവനെ സാക്ഷിയാക്കി ഞാൻ പറയാൻ, എന്ത് വിവാദമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ ഇക്കാര്യം തുറന്നു പറയുകയാണ്. ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുന്നു, 5 നേരം പള്ളിയിൽ കയറി നിസ്കരിക്കാത്ത ഒരു മുസ്ലിം മതേതരത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളെ ദൈവത്തെ നിങ്ങളുടെ സംസ്കാരത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. സ്വന്തം സംസ്കാരവും സ്വന്തം ആദർശവും കളഞ്ഞു കുളിച്ചുകൊണ്ട് അപരന്റെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്നത് വഞ്ചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വന്തം സംസ്കാരം 5 നേരം പള്ളിയിൽ നിസ്കരിക്കുന്നവൻ അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ, ആ അമ്പലത്തിനോട് ബഹുമാനം. എന്റെ സഹോദരങ്ങളുടെ ആരാധനാലയമാണ്, എത്ര ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പള്ളിയിൽ നിസ്കരിച്ചിട്ട് ഇറങ്ങിയ ഒരാൾ ചർച്ചിനടുത്തെത്തിയപ്പോൾ ക്രിസ്ത്യാനിയായ സഹോദരനെ കണ്ടു. നീ പള്ളിയിൽ കയറിയിട്ട് വരികയാണല്ലേ, നിന്റെ മതം അനുസരിച്ച് നീ നല്ലൊരു ആരാധന കഴിഞ്ഞു വന്നു, ഞാനും ആരാധന കഴിഞ്ഞു വന്നു. ഈ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ മുണ്ടും മടക്കി കുത്തി എന്തല്ല എന്ത് പടച്ചവനെന്ന് പറഞ്ഞിട്ട് പോകുന്നവൻ അപ്പുറത്ത് അമ്പലത്തിന്റെ മുമ്പ് പോയി എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ദൈവം, നിങ്ങളൊക്കെ ഈശ്വര വിശ്വാസികളല്ലേ, സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പച്ച കള്ളമാണെന്ന് തിരിച്ചറിയാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ബോധമുണരണം. എന്തുകൊണ്ട്? സ്വന്തം സംസ്കാരത്തെ തള്ളി പറയുന്നവൻ ആരാന്റെ സംസ്കാരത്തെ വാരിപ്പുണരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി നമസ്കരിക്കുന്നവന് മാത്രമേ ഇതര സമുദായത്തിന്റെ ആരാധനാലയങ്ങളോടും അവരുടെ ആരാധനാ ശൈലികളോടും അവരുടെ ആചാരങ്ങളോടും കൃത്യമായി പ്രതിബദ്ധതയുണ്ടാവൂ.